സോ ഗൈസ്, നമ്മുടെ ഇന്നത്തെ പരിപാടി എൻ്റെ ലഗേജ് എല്ലാം കോളേജിൽ കൊണ്ടുപോകാൻ പോവാണ്. ചവിട്ടി ഊപ്പാട് വന്നു ഗൈസ്. അമ്മ ഉള്ളുകൊണ്ട് വിചാരിച്ചാണ് അവളോടെ വരണ്ടെന്ന്. കണിയാപുരം തൊട്ട് വെട്രോഡ് വരെ ബ്ലോക്കായിരുന്നു. ബ്ലോക്ക് കിട്ടുക എന്നൊക്കെ പറഞ്ഞ ഇങ്ങനെ ബ്ലോക്ക് കിട്ടണം ദൈവമേ. കാറിൽ ഞാനിരുന്ന് 1-2 കളിക്കായിരുന്നു. സെക്കൻഡ് ഇടുന്നു, ഫസ്റ്റ് ഇടുന്നു, സെക്കൻഡ് ഇടുന്നു, ഫസ്റ്റ് ഇടുന്നു. ഇതായിരുന്നു എൻ്റെ അവസ്ഥ. ഒരു നീണ്ട 10-20 മിനിറ്റത്തെ ബ്ലോക്ക് കിട്ടിയതിന് ശേഷം നമ്മൾ കഴക്കൂട്ടത്തെ ആര്യാസിൽ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയി. എനിക്കാണെങ്കിൽ ഉറക്കം വന്നിട്ട് വയ്യായിരുന്നു, നല്ല ഉറക്കം വരുന്നുണ്ടായിരുന്നു. 10:30 ഇറങ്ങിയ നമ്മളൊരു 12 മണിയെങ്കിലും കഴിഞ്ഞ് കാണും എത്തിയപ്പോൾ. 12:10 എന്തോ ആയി നമ്മൾ കഴക്കൂട്ടത്ത് എത്തിയപ്പോൾ. കുറച്ച് സമയം വെയിറ്റ് ചെയ്തിരുന്നപ്പോൾ തന്നെ ഞാൻ വെയിറ്റർ ചേട്ടൻ്റെ അടുത്ത് ആദ്യമേ വാട്ടർമെലൺ ജ്യൂസ് കൊണ്ടുവരണമെന്ന് പറഞ്ഞു. കാരണം എനിക്ക് നല്ല ദാഹിക്കുന്നുണ്ടായിരുന്നു, വിശക്കുന്നുണ്ടായിരുന്നു. അമ്മയ്ക്ക് കൊടുത്തപ്പോൾ അമ്മ വേണ്ടാന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ തിരിച്ചെടുത്ത് ഞാൻ തന്നെ കുടിക്കുകയും ചെയ്തു. ഒരു വെജിറ്റബിൾ ഫ്രൈഡ് റൈസ്, വെജിറ്റബിൾ ബിരിയാണി, പിന്നെ ഒരു ചപ്പാത്തി, ഗോബി മഞ്ചൂരിയൻ, ഇത്രയാണ് നമ്മൾ കഴിക്കാൻ വേണ്ടി പറഞ്ഞത്. ബിരിയാണിയുടെ കൂടെ സലാഡ്, പപ്പടം, അച്ചാർ ഇത്രയും കിട്ടിയായിരുന്നു. അച്ചാറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അപാര ടേസ്റ്റ് ആയിരുന്നു ആ ബിരിയാണിയുടെ കൂടെ കൂട്ടി കഴിക്കാൻ. പിന്നെ നമുക്ക് ഫ്രൈഡ് റൈസിൻ്റെ കൂടെയും സലാഡ് തന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ സാധാരണ ഇങ്ങനെ ഹോട്ടലിലൊക്കെ പോകുമ്പോൾ ഫ്രൈഡ് റൈസിൻ്റെ കൂടെ ചില്ലി സോസ് അല്ലെങ്കിൽ ടൊമാറ്റോ സോസേ തരത്തുള്ളൂ. ഇത് ചില്ലി സോസും ടൊമാറ്റോ സോസും തന്ന് കൂടെ ഒരു സലാഡും തന്നു. അതെനിക്ക് ഭയങ്കര ഇഷ്ടമായി. പിന്നെ ഞാൻ സ്പൈസ് ടോളറൻസ് ഭയങ്കര കുറവുള്ള ഒരാളാണ്. എനിക്ക് ഒട്ടും എരിവ് സഹിക്കാൻ പറ്റില്ല. കുറച്ച് കഴിച്ചു തുടങ്ങുമ്പോൾ തന്നെ എൻ്റെ കണ്ണിൽ നിന്ന് മുക്കിൽ നിന്നൊക്കെ വെള്ളം വരും. അപ്പോൾ ബിരിയാണിക്ക് കുറച്ച് എരിവുള്ളതുപോലെ തോന്നി. പക്ഷേ ഫ്രൈഡ് റൈസും ഗോബി മഞ്ചൂരിയനും എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. എരിവുണ്ടെന്നുണ്ടെങ്കിലും ബിരിയാണി നല്ല ഫ്ലേവർഫുൾ ആയിരുന്നു. അതുകൊണ്ട് തന്നെ അതും ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. ഊണിലൊക്കെ ഭക്ഷണം കഴിച്ചു തുടങ്ങിയെന്നുണ്ടെങ്കിലും കഴിച്ച് കുറച്ച് സമയമായപ്പോഴത്തേക്കും മടുത്തു. അതിനുശേഷം പിന്നെ കൈകൊണ്ട് കഴിക്കാൻ തുടങ്ങി. ചപ്പാത്തിയും ഗോബി മഞ്ചൂരിയനെയും കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ആ കോളിഫ്ലവറിലൊക്കെ ചപ്പാത്തി ഇങ്ങനെ റാപ്പ് ചെയ്ത് കഴിക്കാൻ നല്ല ഒരു രുചിയുണ്ടായിരുന്നു. ഗോബി മഞ്ചൂരിയനൊക്കെ നല്ല ജ്യൂസി ആയിരുന്നു. എൻ്റെ അമ്മോ, വയറ് പൊട്ടി ഫുള്ള്, ഭയങ്കര ക്വാണ്ടിറ്റി, ഫുള്ളായി. ബൈ, ഇനി കോളേജിലോട്ട് പോവാം. സോ ഗൈസ്, ഇതാണ് എൻ്റെ കോളേജ്, ലക്ഷ്മി ബായ് നാഷണൽ കോളേജ് ഓഫ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ. സോ ഇതാണ് നമ്മുടെ ഹോസ്റ്റലിലോട്ടുള്ള വഴി. അങ്ങനെ കാറിൽ പതുക്കെ സ്ലോ ചെയ്ത് ഇങ്ങനെ വീഡിയോ എടുത്ത് പോവുകയാണ്. അങ്ങനെ ലഗേജൊക്കെ ഹോസ്റ്റലിൽ വെച്ചു. 2 ദിവസം കഴിയുമ്പോൾ ക്ലാസ് തുടങ്ങും. ഇനി കോളേജിൽ തിരിച്ച് വരണം. റൂമിലെല്ലാം സെറ്റിലാക്കി. സക്സസ്. കുറച്ച് നേരം കഴക്കൂടത്ത് വീട്ടിൽ സ്റ്റേ ചെയ്തതിന് ശേഷമാണ് പോയത്. നല്ല മഴയുണ്ടായിരുന്നു. അങ്ങനെ വൈപ്പറൊക്കെ ഇട്ട് ഇങ്ങനെ പോയായിരുന്നു. റോഡ് നല്ല തിളങ്ങി കിടക്കുമായിരുന്നു. മഴയത്ത് കട്ടൻ കാപ്പി കുടിക്കാനൊരാഗ്രഹം. പക്ഷേ തട്ടുകടേൻ്റെ അടുത്തേക്ക് ഒതുക്കിയപ്പോൾ അവിടെ കട്ടൻ കാപ്പി ഇല്ല. പിന്നെ ഞങ്ങൾ നടുവ് നിവർത്താൻ വേണ്ടി സീറ്റൊക്കെ ബാക്കിലോട്ടാക്കി ഒരു 5 മിനിറ്റ് കിടന്നു. എന്നിട്ട് ഞങ്ങൾ യാത്ര തുടർന്നു. സേഫായിട്ട് വീട്ടിലെത്തി. സോ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്.